കാർത്തിക് എന്ന് പറയുന്ന കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പെർഫോമൻസസ് ഉണ്ട്. ഈ പറയുന്ന എന്താ പറയുക, ഒരു ഡയറക്ടറുടെ കൈ കിട്ടുമ്പോൾ പൊട്ടൻഷ്യലുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ, ഏത് ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെൻ്റെ മാത്രം പ്ലസ്സാണ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ റൈറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്തത് വിജുവേട്ടനാണ്. അതേ വിജുവേട്ടൻ തന്നെയാണ് ഓർഡിനറിയും വെള്ളിമുഖയും ചെയ്തത്. അപ്പുറത്ത് ശ്രീവാച്ചൻ കെട്ടിയുള്ളാണ് മാലാക, ഷോൾഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ്, ഉയരയിലെ കഥാപാത്രം. അപ്പോൾ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുന്നു. ഇപ്പോൾ നീംബോളിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന പോലെ ആശുപത്രിക്ക് എന്താണ് ജിസ്റ്റോയ് ആണല്ലോ, ഒരു ഏത് സമയത്ത് ഒരു താങ്ങായിട്ട് വരും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു കോംപ്ലിമെന്റ് അല്ലേ അത്? കോംപ്ലിമെന്റ് ആണ്. കറക്റ്റ് സമയത്താണല്ലോ വരുന്നത്. കറക്റ്റ് സമയത്ത് അങ്ങനെ പറഞ്ഞത് സിനിമ നന്നാവട്ടെ എന്നല്ലേ? സിനിമ നന്നാവട്ടെ, പക്ഷെ അതാ പറഞ്ഞേ, ഇത് കറക്റ്റ് സമയത്ത് വരെ കുറച്ച് ഫെയിലിയറിലെ സിറ്റുവേഷനിലോ കടന്നു പോകുന്ന സമയത്ത് ഒരു താങ്ങായി സപ്പോർട്ടായിട്ട് വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അതായത് അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബൈസൈക്കിൾ ദിവസം മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് ആസിഫ് എനിക്ക് കൈ തന്നത്. അപ്പൊ അന്ന് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി കൊണ്ട് പറയുന്നതല്ല, തിരിച്ചാണ് തോന്നുന്നത്. 1.5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. ഇവരുടെ കോംബോ, ബിജുചേട്ടന്റെയും ആസിഫിക്കയുടെയും കോംബോ എന്ന് പറയുന്നത് ഹിറ്റ് കോംബോയാണ്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്താണോ ഇവരെ, അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുത്താണ്? ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാനായിട്ട് 50-55 പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആഗ്രഹമുള്ള ഒരാളാണ് ബിജുവേട്ടൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുത്തത്. അപ്പോൾ അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയാണ് 2000-ൽ. അപ്പൊ എനിക്കറിയാം ഒരു ഡബിങ്ങിൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെന്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. രാജമാണിക്യമാണെങ്കിലും റാഞ്ചിയേട്ടനായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത്, ലൗഡ് സ്പീക്കർ വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത്. അത്രയും സട്ടിലായിട്ട് ഭാഷ പിടിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കയെ കണ്ടിട്ടാണ്. അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി കണ്ടു. കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ്. അപ്പൊ അതിന്റെ ഞാൻ ഡബ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ചേച്ചി ബിജുവേട്ടൻ എനിക്ക് യാതൊരു പരിചയമില്ല, ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം, ഞാൻ പടം കണ്ടു, അസലായിരിക്കുന്നു, ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അത് അസലായിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്, പുഷ്പയുടെ ഡബിങ് വല്ലതും ആയോ? പുഷ്പ എനിക്ക് ജൂലൈയിലാണ് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഷ്പ 2 ഡബിങ്ങിന് വേണ്ടിയിട്ട്. അത്രയും ഇപ്പൊ അറിയുള്ളൂ.